പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജപമാല രാജ്ഞിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുമേ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ, സന്ദേശങ്ങൾ ഇത് 13ാമത്തെയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതം തന്നെ ജപമാലയാൽ ഓർത്ത് ഇണക്കപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ജപമാല ചൊല്ലുന്നവരുമാണ്. അഖണ്ഡ ജപമാലയുടെയൊക്കെ ഒരു കാലഘട്ടമാണിത്. ഒരുപാട് ജപമാലകൾ ചൊല്ലി 1917 ജസീന്തയ്ക്ക്, ലൂസിക്ക്, ഫ്രാൻചെസ്കോയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞത് പ്രകാരമാണ്: ജപമാല ചൊല്ലണം, ലോകസമാധാനത്തിനു വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി, അതുപോലെ ആരും നിത്യ നരകാഗ്നിയിൽ പതിക്കാതിരിക്കാൻ വേണ്ടി, രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി, എല്ലാത്തിനും ഏക പോംവഴിയായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞത് ജപമാല ചൊല്ലുവാനായിട്ടാണ്. നമ്മളെല്ലാവരും ജപമാലയിൽ ആഴപ്പെട്ട ഭക്തിയുള്ളവരുമാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ജപമാലയിലൂടെ ലോകം മുഴുവനെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ പ്രാർത്ഥനയിലൂടെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. 1971 ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ട് 5ാം പിയൂസ് മാർപ്പാപ്പ, വിശുദ്ധ പയസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയ വലിയ തിരുനാളാണ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ. എല്ലാ ദിവ്യബലികളും ആരംഭിക്കുന്നത് ജപമാലയിലൂടെയാണ്. എല്ലാ ദിവ്യബലികളും അവസാനിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലൂടെയാണ്. എല്ലാ സംഘടനാ മീറ്റിങ്ങുകളും ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ജപമാലയിലൂടെയാണ്. എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നതും ജപമാലയിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെയാണ്. എല്ലാ കുടുംബ പ്രാർത്ഥനകളുടെയും കേന്ദ്രബിന്ദു ജപമാലയാണ്. എവിടെ ചെന്നാലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന യാചിക്കണം എന്ന് കേൾക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് ദൈവം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ജപമാല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, ദൈവം തന്നെ തൻ്റെ ദൂതനിലൂടെ പരിശുദ്ധ അമ്മയെ വിളിച്ചതാണ്: നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം, പരിശുദ്ധ അമ്മയെ എലിസബത്ത്, ഇളയമ്മയായിട്ടുള്ള എലിസബത്ത് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇതാണ് ജപമാലയിൽ നമ്മൾ ആദ്യമായിട്ട് ചൊല്ലുന്നത്: നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൻ ഫലവും അനുഗ്രഹീതം. 2 ദൈവവചനങ്ങളാണ്. തുടർന്ന് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യം, എലിസബത്ത് രാജ്ഞി, ഇളയമ്മയായിട്ടുള്ള എലിസബത്ത് പറഞ്ഞതാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എങ്ങനെ യോഗ്യത ഉണ്ടായി? പരിശുദ്ധ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, എല്ലാവരും പാപം ചെയ്ത് ദൈവകൃപ നഷ്ടമാക്കി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നല്ല മരണത്തിനായിട്ട് നമ്മൾ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വലിയ മാധ്യസ്ഥം എപ്പോഴും അപേക്ഷിക്കാറുണ്ട്. പാപികളായ ഞങ്ങൾക്കു വേണ്ടി, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്
യൂണിവേഴ്സൽ പ്രയർ എന്ന് പറയാം. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. അതിൻ്റെ കാതലെന്താണ്? ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പരിശുദ്ധ അമ്മയെ ഭാഗഭാക്കാക്കി എങ്ങനെ ലോകത്തെ രക്ഷിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഏറ്റുപറയുകയാണ് ഞങ്ങളെല്ലാവരും പാപികളാണ് എന്നുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ പ്രാർത്ഥനയുടെ മധ്യസ്ഥയാണ്. ലോകം മുഴുവനും വേണ്ടി പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, പരിശുദ്ധ അമ്മ അങ്ങ് സ്വർഗത്തിലാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിരന്തരം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മോട് ഒപ്പമുണ്ട് എന്ന്. ജപമാലയിലൂടെ എങ്ങനെയാണ് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു തുർക്കി ഒട്ടോമൻ സാമ്രാജ്യം. വിശുദ്ധ പയസ് അഞ്ചാമൻ പാപ്പ പറഞ്ഞു, യുദ്ധം നടക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ യുദ്ധത്തിലെ തുർക്കി സാമ്രാജ്യത്തെ ക്രൈസ്തവ രാജ്യങ്ങളായിട്ടുള്ള വെനീസ് മറ്റൊരു രാജ്യങ്ങളും കൂടി കീഴ്പ്പെടുത്തി. അത് ഒക്ടോബർ 7-ാം തീയതി ആയിരുന്നു. ഒക്ടോബർ മാസം മുഴുവനും നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജപമാലയ്ക്ക് വേണ്ടി, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കാണിക്കാൻ വേണ്ടി നീക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ മഹാവിജയം ലോകത്തിന് മേൽ ക്രൈസ്തവ ജനതയ്ക്ക് ലഭിച്ചത് അത് പ്രാർത്ഥന കൊണ്ട്, ജപമാല കൊണ്ടാണെന്ന് വിശുദ്ധ പയസ് അഞ്ചാമൻ മാർപ്പാപ്പ ലോകത്തോട് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത്. അതിക്കൊക്കെ എത്രയോ മുമ്പ് 1206 കാലഘട്ടങ്ങളിൽ 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകി. ജപമാല കയ്യിൽ പിടിക്കുന്നതുവരെ വലിയ സംരക്ഷണമാണ്. ജപമാല കയ്യിൽ പിടിക്കുന്നതുവരെ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1980 കാലഘട്ടങ്ങളിൽ വെടിയേറ്റപ്പോൾ പിതാവിൻ്റെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൈവശം അന്ന് ജപമാലയുണ്ടായിരുന്നു. അദ്ദേഹം ഉണർന്നെഴുന്നേറ്റപ്പോൾ ആദ്യം ചോദിച്ചത് എൻ്റെ ജപമാല എവിടെയെന്നാണ്. വിശുദ്ധ ഡൊമിനിക്കിനോടും പരിശുദ്ധ അമ്മ പ്രഖ്യാപിച്ചത് പ്രകാരമാണ്, ജപമാലയിലൂടെയും ഉത്തരീയത്തിലൂടെയും ഞാൻ ലോകം മുഴുവനെയും രക്ഷിക്കുമെന്ന്. പരിശുദ്ധമ്മ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപമാലയിലൂടെ ജപമാല ചൊല്ലുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധമ്മ പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു കൊള്ളും എന്ന് പരിശുദ്ധമ്മ തന്നെ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. 9 ജപമാല ചൊല്ലുന്നവർക്ക് 9 നന്മകൾ പരിശുദ്ധമ്മ വാഗ്ദാനം ചെയ്യുന്നതിൽ ഒന്ന് അതാണ്, പരിശുദ്ധമ്മയുടെ നിരന്തരമായിട്ടുള്ള സംരക്ഷണം. അതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നിത്യജീവനാണ്. ജപമാല ചൊല്ലുന്നവർക്ക് പരിശുദ്ധമ്മ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളിൽ ഒന്ന് നിത്യജീവനാണ്. തുടർന്നു വരുന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോകുന്ന വ്യക്തികളെ നിത്യ നരകാഗ്നിയിൽ വിടാതെ പരിശുദ്ധമ്മ നിത്യം സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ജപമാലയിലൂടെയാണ് പരിശുദ്ധമ്മ നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമ്മയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ഒരാൾ പോലും ജപമാല ചൊല്ലുന്ന വ്യക്തികളാണെങ്കിൽ അന്ത്യകുദാശ സ്വീകരിക്കാതെ മരിക്കുകയില്ല എന്ന് വാഗ്ദാനം പരിശുദ്ധമ്മ നൽകിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെയൊക്കെ ജീവിതം ഞാൻ ഓർക്കുകയാണ്. എന്നും ജപമാല ചൊല്ലുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ അമ്മ മരിക്കുന്നതിൻ്റെ തലേദിവസം എൻ്റെ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മയുടെ ദേഹം മുഴുവനും നീരാണ്. അപ്പം ഞാൻ സഹോദരിയോട് പറഞ്ഞു അമ്മയ്ക്ക് അന്ത്യകുദാശ കൊടുക്കാൻ. അപ്പം ഞങ്ങൾ 7 സഹോദരങ്ങളാണ്. ആർക്കും അന്ത്യകുദാശ കൊടുക്കാനായിട്ട് ധൈര്യമില്ല. കാരണം അമ്മയ്ക്ക് അന്ത്യകുദാശ പേടിയായതുകൊണ്ടാണ്. പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, സഹോദരി 8:30 ആയപ്പോൾ ഞാനന്ന് തിരുവനന്തപുരത്താണ്, അമ്മയ്ക്ക് അന്ത്യകുദാശ കൊടുത്തു എന്ന്. ഞാനന്ന് സ്കൂളിൽ കൗൺസിലറാണ്. ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ വീണ്ടും വിളിച്ചു, അമ്മ മരിച്ചു എന്ന്.
പന്തികുദാശ സ്വീകരിക്കാൻ വേണ്ടി അമ്മ കിടക്കുകയായിരുന്നു. പിറ്റേ ദിവസം അച്ഛൻ വന്ന് 8:30 മണിക്ക് അന്തികുദാശ കൊടുത്തു. അച്ഛൻ ഏകദേശം പള്ളിയിലേക്ക് എത്താനായിട്ട് 1 കിലോമീറ്ററോളം വഴിയുണ്ട്. എൻ്റെ വീടും എൻ്റെ സഹോദരിയുടെ വീടും പള്ളിയുമായിട്ട്. അച്ഛൻ പള്ളിയിലെത്തിയപ്പോൾ അമ്മ മരിച്ചുവെന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛനുടനെ തിരിച്ചു വന്ന് അമ്മയ്ക്ക് വേണ്ടി ഒരു ഒപ്പീസും ചൊല്ലി. ഫാദർ ബിനു ആയിരുന്നു അന്ന്. അപ്പോൾ അന്ത്യകുദാശ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് സാധിച്ചു. ജപമാല ചൊല്ലി എന്നും അമ്മ അവസാന കാലഘട്ടത്തിലൊക്കെ 91 വയസ്സുണ്ടായിരുന്നു അമ്മ മരിക്കുമ്പോൾ. അമ്മ അവസാന കാലഘട്ടത്തിലൊക്കെ പറയുന്നൊരു കാര്യമായിരുന്നു, മോനെ ജപമാല ചൊല്ലി തീരുന്നില്ല, എന്നാലും ജപമാലയിട്ട് കയ്യിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും അമ്മ. ഞങ്ങളുടെ ഭവനത്തിലൊക്കെ ഞങ്ങൾ അന്ന് എത്രയോ കാലഘട്ടത്തിന് മുമ്പുള്ള കാര്യമാണ്. 50 വർഷത്തിന് മുൻപൊക്കെ ജപമാല ചൊല്ലാതെ ഒരു ഭവനങ്ങളും ഇല്ലാതിരുന്നു ഞങ്ങളുടെ മാളവള്ളിപ്പുറത്ത്. ഞാൻ ഇന്നും ഓർക്കുകയാണ്. എല്ലാ വീടുകളിലും ജപമാല നിർബന്ധമായിരുന്നു. അപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിട്ട് തീരുക. അക്കാലഘട്ടങ്ങളിലൊക്കെ നിലമ്പൂർ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുപാട് പേര് കുടിയേറി പാർത്ത കഥകൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ കൃഷി ചെയ്ത് ഫലമെടുക്കേണ്ട സമയമാവുമ്പോഴേക്കും കാട്ടാനകൾ വന്നതെല്ലാം നശിപ്പിക്കുമായിരുന്നു അത്രേ. അന്ന് കാട്ടാനകളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ അതിന് ചുറ്റും നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. ജപമാല ചൊല്ലി മതിലുകൾ തീർക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, ഇന്നത്തെ കാലത്തെ പോലെ വൈദികർക്ക് എത്തിച്ചേരാനായിട്ട് എല്ലായിടത്തും ഒരുപോലെ സാധിക്കുന്ന ഇടങ്ങളോ ദേവാലയങ്ങളോ അന്നുണ്ടായിരുന്നില്ല. അന്നും എല്ലാ മക്കളും തിരികൾ കത്തിപ്പിടിച്ച് കൃഷിനിലങ്ങളുടെ ചുറ്റും നടന്ന് ജപമാല ചൊല്ലി കൃഷിസ്ഥലങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചപ്പോൾ ഒരിക്കൽ പോലും പിന്നെ കാട്ടാനകളുടെ ശല്യമുണ്ടായിരുന്നില്ല എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അതുപോലെ ജപമാല എന്നും വലിയ ഒരു ആയുധമായിരുന്നു. നമുക്കറിയാം, പരിശുദ്ധ പിതാക്കന്മാർക്കെല്ലാം ജപമാലയോട് ആഴപ്പെട്ട ഭക്തി ഉണ്ടായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ, ഇവരൊക്കെ ജപമാലയുടെ വലിയ പ്രചാരകരായിരുന്നു. ജീവിതം മുഴുവനും പരിശുദ്ധ അമ്മ തന്നെ നയിച്ചതായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. നമുക്കറിയാം, 8-ാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാമായി തീർന്നത് എൻ്റെ പരിശുദ്ധ അമ്മയാണെന്ന് ഏറ്റുപറയാനായിട്ട് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് പ്രത്യേക താല്പര്യമായിരുന്നു. നമുക്കും ജപമാലയിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ജപമാലയിൽ ആഴപ്പെടുന്ന കുടുംബങ്ങൾ, നമുക്കറിയാം, കുടുംബമാണ് പ്രഥമ ദേവാലയം. വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചതാണ്. കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഏതാണ്? ജപമാലയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന, ഞാൻ ദേവാലയങ്ങളിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് കത്തീഡ്രൽ പള്ളിയിൽ നിത്യസഹായ മാതാവിൻ്റെ ദേവാലയത്തിൽ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ രാവിലെ മുതലിരുന്ന് ജപമാല ചൊല്ലുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പലരും സാക്ഷ്യപ്പെടുത്തുന്നത്, മക്കൾ പരീക്ഷ എഴുതുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ജപമാല ചൊല്ലുക വഴി മക്കൾക്ക് പരിശുദ്ധാത്മാവ് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയിൽ എഴുതാൻ സാധിക്കുന്നു. ഉന്നത വിജയം വരിക്കാൻ സാധിക്കുന്നു. അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ജപമാല ചൊല്ലുക വഴി നമുക്ക് ഓരോരുത്തർക്കും കേൾക്കാനായിട്ട് സാധിക്കുക. ജപമാലയുടെ ശക്തി നമുക്കറിയാം. ദൈവവചനങ്ങളാണ് അത് മുഴുവനും. ദൈവവചനങ്ങൾ ഉപയോഗിച്ചാണ് ഈശോ സൗഖ്യം നൽകിക്കൊണ്ടിരുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം. നമുക്ക് അനുദിന ജീവിതത്തിൽ ജപമാല ചൊല്ലുന്നവരായിത്തീരാം. ഓരോ ജപമാലയിലും ഓരോ മുത്തുമണികളിലും നമ്മൾ ഈശോയുടെ രക്ഷാകര രഹസ്യം, ദൈവം എങ്ങനെയാണ് തൻ്റെ പുത്രനിൽ ലോകത്തിലേക്ക് അയച്ചത്, സ്ത്രീയിൽ നിന്ന് എങ്ങനെ ജാതനായി, പാപികളായ നമുക്ക് വേണ്ടി സ്വയം ക്രൂശിതനായ ഈശോ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്ന ഏകമധ്യസ്ഥനായ ഈശോയെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നൽകിയ ഒരു വലിയ സങ്കേതമാണ് പരിശുദ്ധ ജപമാല. ജപമാലയിലൂടെ പ്രാർത്ഥിച്ച് ജപമാലയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അനുദിന ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകാനായിട്ട് ജപമാല എന്ന ആയുധത്തെ നമുക്ക് മുറുകെ പിടിക്കാം.
പരിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. പിശാച് പോലും ഭയക്കുന്ന ആയുധം. നമ്മുടെ കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി തിന്മകളുടെ ശക്തികളിൽ നിന്ന് മോചനം നേടാനായിട്ട്, ഏതെങ്കിലും മാനസിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഏതെങ്കിലും കുടുംബങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഞാനും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം അതാണ്. ജപമാല ഉറച്ചു ചൊല്ലി വീടിന് ചുറ്റും മുറികളിലൊക്കെ നടക്കുക. അങ്ങനെ ജപമാല കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ, വചനങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയ്ക്കുക. അങ്ങനെ ജപമാല ഭക്തിയിൽ വളരുവാനായിട്ട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന മക്കളാകാനായിട്ട്, ദൈവത്തിൻ്റെ വചനങ്ങൾ നിറഞ്ഞ ജപമാല ആവർത്തിക്കുവാനായിട്ട്, സൗഖ്യം നേടാനായിട്ട്, കുടുംബസമാധാനം ഉണ്ടാകുവാനായിട്ട്, നമ്മുടെ കുടുംബങ്ങൾ ഉത്തരോത്തരം പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിൽ നിറഞ്ഞു വളരുവാനായിട്ട് പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളായിട്ട്, ജപമാല ചൊല്ലുന്ന മക്കളായിട്ട്, ജപമാല ചൊല്ലുന്ന ഇടവകകളായിട്ട്, ജപമാല ചൊല്ലുന്ന ലോകമായിട്ട് മാറാനായിട്ട്, ലോകസമാധാനത്തിന്, ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയിലൂടെ, പരിശുദ്ധ അമ്മ നൽകിയ ജപമാല അനുദിനം ചൊല്ലി പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തെ പ്രാപിക്കുവാനായിട്ട് ദൈവം തന്നെ തൻ്റെ പുത്രൻ വഴി പരിശുദ്ധാത്മാവിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.